ഹായ് ഡിയേഴ്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററി സിസ്റ്റത്തിനെ കുറിച്ചാണ് പറഞ്ഞല്ലേ. നമ്മൾ എന്താണ് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞു. അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. then അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു അല്ലേ. ഏതൊക്കെയായിരുന്നു അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന 3 ഫോഴ്സുകൾ? ഓസിലേഷനെ ഹെൽപ്പ് ചെയ്യുന്ന റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ട്, ദെൻ ഓസിലേഷനെ ഒപ്പോസ് ചെയ്യുന്ന ഡാമ്പിംഗ് ഫോഴ്സ് ഉണ്ട്, പിന്നെ നമ്മൾ ആ ഓസിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്ന ഒരു എക്സ്ട്രാ ഫോഴ്സും കൂടി ഉണ്ട് അല്ലേ. ആ 3 ഫോഴ്സിന് നമ്മൾ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. ദെൻ നമ്മളതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു അല്ലേ. ദെൻ എന്തുവായിരുന്നു നമുക്ക് കിട്ടിയ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? d²x/dt² പ്ലസ് 2k × dx/dt പ്ലസ് ω0² x is equal to f0 sin pt അല്ലേ. ഇതായിരുന്നു നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോളാം. ഇങ്ങനത്തെ ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്സിനകത്ത് നിങ്ങൾക്ക് സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് പാർട്ട് തന്നെ പഠിക്കാനുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഈക്വൽ ടുവിൻ്റെ ഈ LHSലും RHSലും ടേംസ് ഉള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ സൊല്യൂഷന് ദർ വിൽ ബി 2 പാർട്സ്, 2 പാർട്ടുകൾ ഉണ്ടാകും. ഫസ്റ്റ് പാർട്ടിൻ്റെ പേര് കോംപ്ലിമെൻ്ററി ഫങ്ഷൻ അല്ലെങ്കിൽ CF എന്ന് പറയും. ദെൻ സെക്കൻഡ് പാർട്ടിൻ്റെ പേര് പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ PI എന്ന് പറയും. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. നിങ്ങൾ മാത്സിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇങ്ങനത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ സൊല്യൂഷനിൽ 2 പാർട്ട് ഉണ്ടാകും. ഫസ്റ്റ് വൺ ഈസ് കോംപ്ലിമെൻ്ററി ഫങ്ഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ. ഓക്കെ, അങ്ങനെ 2 പാർട്ടുകൾ ഉണ്ടാകും. ഇനി ഈ 2 പാർട്ടും നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഫൈനൽ സൊല്യൂഷൻ വിൽ ബി ദ സം ഓഫ് കോംപ്ലിമെൻ്ററി ഫങ്ഷൻ ആൻഡ് പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ. ഓക്കെ, CFും PIയും കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഫൈനൽ സൊല്യൂഷൻ കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ഫസ്റ്റ് വൺ കോംപ്ലിമെൻ്ററി ഫങ്ഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കോംപ്ലിമെൻ്ററി ഫങ്ഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. അതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ LHSലുള്ള പാർട്ട് ഉണ്ടല്ലോ, അതായത് എക്സും d²x/dt² dx/dt ഒക്കെ ഉള്ള ഈ LHSലുള്ള പാർട്ടിനെ നമ്മൾ 0ക്ക് ഇക്വേറ്റ് ചെയ്യും. ഓക്കെ, LHSലുള്ള ഈ പാർട്ടിനെ നമ്മൾ 0ക്ക് ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? d²x/dt² പ്ലസ് 2k × dx/dt പ്ലസ് ω0² x is equal to 0 എന്ന് കിട്ടൂലേ? കിട്ടുമല്ലോ. ദെൻ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കും. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമ്മൾ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററി സിസ്റ്റത്തിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. ഓൾറെഡി നമുക്ക് സൊല്യൂഷൻ അറിയാം. അപ്പോൾ നമുക്കത് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളതിൻ്റെ സൊല്യൂഷൻ ജസ്റ്റ് എഴുതിയാൽ മതി. എന്തായിരുന്നു ആ സൊല്യൂഷൻ? x is equal to a0 × e⁻ kt × sin ωt പ്ലസ് 5 അല്ലേ. അപ്പോൾ നമുക്ക് കോംപ്ലിമെൻ്ററി ഫങ്ഷൻ കിട്ടി. കോംപ്ലിമെൻ്ററി ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ LHSലെ ടേം 0ക്ക് ഇക്വേറ്റ് ചെയ്ത് കിട്ടുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. സോ നമ്മളത് 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി. അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്ത് കിട്ടി? അതിൻ്റെ സൊല്യൂഷനും കിട്ടി. എന്തായിരുന്നു? x is equal to a0 e⁻ kt sin ωt പ്ലസ് 5 എന്ന് കിട്ടിയല്ലോ. അപ്പം നമ്മളെ ഫസ്റ്റ് പാർട്ട് കിട്ടി, കോംപ്ലിമെൻ്ററി ഫങ്ഷൻ കിട്ടിയില്ലേ. ദെൻ ഇനി നമ്മൾ പെർട്ടിക്കുലർ ഇൻ്റഗ്രലാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സെക്കൻഡ് പാർട്ടായിട്ടുള്ള PI അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നോളൂ. അതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യാണ് ലെറ്റ് x is equal to a sin pt - θ. ഓക്കെ, നമ്മൾ
ഇങ്ങനെ ചെയ്തു, അസ്യൂം ചെയ്തു എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ പി ടി മൈനസ് തീറ്റയാണ്. ഓക്കെ, ദെൻ നമ്മളതിൻ്റെ എയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ക്യാപിറ്റൽ എയുടെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് കാണാതെ പഠിച്ചു വെക്കുക. എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ പി ടി മൈനസ് തീറ്റ. ഓക്കെ, ദെൻ അതിന് ഡി എക്സ് ബൈ ഡി ടി നമ്മൾ കണ്ടുപിടിച്ചു. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നോക്കിയേ, എ ഇൻറ്റു സൈൻ പി ടി മൈനസ് തീറ്റയുടെ ഡിഫറൻഷ്യൽ എന്താ, കോസ് പി ടി മൈനസ് തീറ്റ ഇൻറ്റു പി വരും അല്ലേ. ടിക്ക് കോഎഫിഷ്യൻറ്റ് പി ഇല്ലേ, പിയുടെ നമ്മളൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇൻറ്റു പി വരൂലേ. സോ നമുക്ക് ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് പി ടി മൈനസ് തീറ്റ ഇൻറ്റു പി എന്ന് വരൂലേ. സോ വി വിൽ ഗെറ്റ് ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എ പി കോസ് പി ടി മൈനസ് തീറ്റ. ഓക്കെ, ഇനി നമ്മൾ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ കണ്ടുപിടിച്ചാൽ പോകണം. ഡി സ്ക്വയർ, അതായത് ഇതിനൊന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം അല്ലേ. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഒന്നും കൂടി നോക്കിയേ. എ പി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ എ പി എന്നുള്ളത് എടുത്തു. ദെൻ കോസ് പി ടി മൈനസ് തീറ്റയുടെ ഡിഫറൻഷ്യൽ എന്താ, മൈനസ് സൈൻ പി ടി മൈനസ് തീറ്റ അല്ലേ. മൈനസ് സൈൻ പി ടി മൈനസ് തീറ്റ ഇൻറ്റു എന്ത് വരും, ഒരു പിയും കൂടി വരൂലേ, ഒരു പിയും കൂടി വരും, ഇൻറ്റു പി എന്ന് വരും. സോ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, ഞാനിവിടെ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തേക്കുവാണ്. ഡൗട്ടുള്ളവർക്ക് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. നോക്കിയേ, ഡി എക്സ് ബൈ ഡി ടിൻ്റെ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണേ, എ ഇൻറ്റു പി നമ്മൾ എഴുതി. ദെൻ കോസ് പി ടി മൈനസ് തീറ്റൻ്റെ മൈനസ് സൈൻ പി ടി മൈനസ് തീറ്റ ഇൻറ്റു പി എന്ന് എഴുതി അല്ലേ, ഇൻറ്റു പി വരും. ആ പിയും ഈ പിയും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇവിടെ മൈനസ് എ പി സ്ക്വയർ സൈൻ പി ടി മൈനസ് തീറ്റ എന്ന് ചെയ്ത്. ഓക്കെ, നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കുക, അങ്ങനെ തന്നെ അല്ലേ വരാൻ നോക്കുക. അപ്പോൾ കിട്ടിയല്ലോ, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് അറിയാമോ, ഈ എക്സിൻ്റെ വാല്യൂ, ഈ ഡി എക്സ് ബൈ ഡി ടിയുടെ വാല്യൂ, ഈ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയറിൻ്റെ വാല്യൂ നമ്മൾ എവിടെ കൊടുക്കാൻ പോവാണ്, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കൊടുക്കാൻ പോവാണ്. എക്സിൻ്റെ വാല്യൂ, ഡി എക്സ് ബൈ ഡി ടിയുടെ വാല്യൂ, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയറിൻ്റെ വാല്യൂ നമ്മൾ ഈ ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയറിന് പകരം നമ്മൾ എന്തെഴുതി, ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് മൈനസ് എ പി സ്ക്വയർ സൈൻ പി ടി മൈനസ് തീറ്റ എന്ന് കിട്ടിയല്ലേ. മൈനസ് എ പി സ്ക്വയർ സൈൻ പി ടി മൈനസ് തീറ്റ പ്ലസ് ദെൻ 2k ഇൻറ്റു, അപ്പോൾ അതേപോലെ തന്നെ 2k എന്ന് എഴുതി. ഓക്കെ, ദെൻ ഡി എക്സ് ബൈ ഡി ടി, ഡി എക്സ് ബൈ ഡി ടിയുടെ വാല്യൂ എന്താ ഇവിടെ നമുക്ക് കിട്ടിയാണ്, എന്തായിരുന്നു, എ പി ഇൻറ്റു കോസ് പി ടി മൈനസ് തീറ്റ അല്ലേ, പ്ലസ് ദെൻ ഒമേഗ സീറോ സ്ക്വയർ ഇൻറ്റു എക്സ്. എക്സിൻ്റെ വാല്യൂ എന്താ, എ സൈൻ പി ടി മൈനസ് തീറ്റ അല്ലേ, എ സൈൻ പി ടി മൈനസ് തീറ്റ ഈക്വൽ ടു, ഇവിടെ എന്ത് എഴുതി, എഫ് സീറോ സൈൻ പി ടി എന്നില്ലേ, എഫ് സീറോ സൈൻ പി ടി എന്ന് എഴുതി. ഓക്കെ, കിട്ടിയോ, ഒന്നും ചെയ്തില്ല, നമ്മൾ എക്സിൻ്റെ ഒരു വാല്യൂ എക്സ്യൂം ചെയ്തു. ദെൻ ഡി എക്സ് ബൈ ഡി ടി കണ്ടുപിടിച്ചു, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ കണ്ടുപിടിച്ചു. ആ മൂന്നിൻ്റെയും വാല്യൂ, എക്സിൻ്റെയും ഡി എക്സ് ബൈ ഡി ടിയുടെയും ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയറിൻ്റെയും വാല്യൂ നമ്മൾ ഈ ഫസ്റ്റത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു. ഓക്കെ, അത്രേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് നോക്കിയേ, ഇവിടെയും കണ്ടോ, ഇവിടെ ഒരു എ ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെയും ഉണ്ട്. ഇവിടെ ഒരു സൈൻ പി ടി മൈനസ് തീറ്റ ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെയും സൈൻ പി ടി മൈനസ് തീറ്റ ഉണ്ട് അല്ലേ. എ സൈൻ പി ടി മൈനസ് തീറ്റ ഉണ്ട്, ഇവിടെ എ സൈൻ പി ടി മൈനസ് തീറ്റ ഉണ്ട്, കോമൺ അല്ലേ. അപ്പോൾ നമ്മൾ ആ എ സൈൻ പി ടി മൈനസ് തീറ്റ എന്നുള്ള സാധനം പുറത്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, ഇതൊക്കെ എ സൈൻ പി ടി മൈനസ് തീറ്റ ഇൻറ്റു, ബാക്കി എന്താ അവിടെ ഉള്ളത് നോക്കിയേ, ഇവിടെ ഒരു മൈനസ് പി സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു ഒമേഗ സീറോ സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻറ്റു ഒമേഗ സീറോ സ്ക്വയർ മൈനസ് പി സ്ക്വയർ. ഫസ്റ്റ് ടേം മനസ്സിലായോ, കിട്ടിയല്ലോ, ഒന്ന് ചെയ്ത് നോക്ക്. അതായത് എ സൈൻ ഫസ്റ്റ് ടേമിലും തേർഡ് ടേമിലും എ സൈൻ പി ടി മൈനസ് തീറ്റ എന്നുള്ളത് കോമൺ ആണ്. അതുകൊണ്ട് നമ്മൾ എ സൈൻ പി ടി മൈനസ് തീറ്റ എന്നുള്ളത് നമ്മൾ പുറത്തെടുത്തു. എന്നാൽ നമുക്ക് അകത്ത് എന്ത് കിട്ടും,
ഒരു മൈനസ് പി സ്ക്വയറും ഒരു ഒമേഗ സീറോ സ്ക്വയറും കിട്ടും അല്ലേ. അപ്പോൾ ഒമേഗ സീറോ സ്ക്വയർ മൈനസ് പി സ്ക്വയർ എന്ന് കിട്ടിയല്ലോ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ അതേപോലെ തന്നെ എഴുതി 2KAP കോസ് പി ടി മൈനസ് തീറ്റ, അതേപോലെ തന്നെ 2KAP കോസ് പി ടി മൈനസ് തീറ്റ ഈക്വൽ ടു F0 സൈൻ പി ടി ഈക്വൽ ടു F0 സൈൻ പി ടി കിട്ടിയല്ലോ. ദെൻ ഇങ്ങനെ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണെന്ന് അറിയാം. ഇത്രയാണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ F0 സൈൻ പി ടി എന്നുള്ളതിനെ നമ്മൾ F0 സൈൻ പി ടി മൈനസ് തീറ്റ പ്ലസ് തീറ്റ എന്ന് എഴുതാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ F0 സൈൻ പി ടി തന്നെയല്ലേ, മൈനസ് തീറ്റയും പ്ലസ് തീറ്റയും അല്ല, രണ്ടും ക്യാൻസലായി പോകുമല്ലോ. നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്താ എഴുതിയേ, F0 സൈൻ പി ടി എന്നുള്ളതിനെ F0 സൈൻ പി ടി മൈനസ് തീറ്റ പ്ലസ് തീറ്റ എന്ന് എഴുതാൻ പോവാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ പി ടി മൈനസ് തീറ്റ എന്നുള്ളത് ഒരു ടേമും പ്ലസ് തീറ്റ എന്നുള്ളത് വേറൊരു ടേമും ആക്കിയിട്ടെടുത്താൽ ദിസ് ഈസ് ഇൻ ദ ഫോം ഓഫ് സൈൻ എ പ്ലസ് ബി അല്ലേ. എ എന്താ, സൈൻ എ പ്ലസ് ബിയുടെ ഫോമിലല്ലേ. എ എന്ന് പറഞ്ഞാൽ സൈൻ പി ടി മൈനസ് തീറ്റ, ബി എന്ന് പറഞ്ഞാൽ തീറ്റ. കിട്ടിയാ? ഓക്കെ, ഇത്രയും ഭാഗം നമ്മൾ എന്നെടുത്തു, ഇത്രയും ഭാഗം നമ്മൾ ബിന്നെടുത്തു. അപ്പോൾ ഇത് എന്തിൻ്റെ ഫോമില, സൈൻ എ പ്ലസ് ബിയുടെ ഫോമിലല്ലേ അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ, ഈക്വൽ ടു സൈൻ F0 സൈൻ പി ടി മൈനസ് തീറ്റ പ്ലസ് തീറ്റ എന്നുള്ളത് നമുക്ക് എന്തിൻ്റെ ഫോമിൽ കിട്ടി, F0 സൈൻ എ പ്ലസ് ബി എന്നുള്ള ഫോമിൽ കിട്ടി. സൈൻ എ പ്ലസ് ബി എന്താ, സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി അല്ലേ. നമ്മൾ പഠിച്ചതാണ്, ട്രിഗണോമെട്രിക് റിലേഷനൊക്കെ പഠിച്ചതാണ്. സൈൻ എ പ്ലസ് ബി ഈക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഓക്കെ, ദെൻ നോക്കി നമ്മൾ അങ്ങനെ എഴുതാൻ പോവാണ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ F0 ഇൻറ്റു സൈൻ എ ദാറ്റ് ഈസ് സൈൻ പി ടി മൈനസ് തീറ്റ ഇൻറ്റു കോസ് ബി ദാറ്റ് ഈസ് കോസ് തീറ്റ, അവിടെ ബിക്ക് പകരം തീറ്റയാണ് അല്ലേ, തീറ്റ പ്ലസ് കോസ് എ ദാറ്റ് ഈസ് കോസ് പി ടി മൈനസ് തീറ്റ ഇൻറ്റു സൈൻ ബി ദാറ്റ് ഈസ് സൈൻ തീറ്റ, സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി, സൈൻ പി ടി മൈനസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് കോസ് പി ടി മൈനസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. കിട്ടിയല്ലോ, ഈ സ്റ്റെപ്പ് മനസ്സിലായല്ലോ. സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ F0 രണ്ടാക്കും കോമൺ ആണ്, ഈ രണ്ട് ടേമിനുള്ളതാണ് ഈ F0. അപ്പോൾ നമ്മൾ ആ F0 സെപ്പറേറ്റ് കൊടുക്കുകയാണ്. F0 സൈൻ പി ടി മൈനസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് F0 കോസ് പി ടി മൈനസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ എങ്ങനെ വന്നു നോക്കിയേ, എ സൈൻ പി ടി മൈനസ് തീറ്റ ഇൻറ്റു ഒമേഗ സീറോ സ്ക്വയർ മൈനസ് പി സ്ക്വയർ പ്ലസ് 2KAP കോസ് പി ടി മൈനസ് തീറ്റ ഈക്വൽ ടു എന്ത് കിട്ടി, F0 സൈൻ പി ടിക്ക് പകരം നമ്മൾ എന്ത് എഴുതാൻ പോവാണ്, ഇത് എഴുതാൻ പോവാണ്. F0 സൈൻ പി ടി മൈനസ് തീറ്റ കോസ് തീറ്റ പ്ലസ് F0 കോസ് പി ടി മൈനസ് തീറ്റ സൈൻ തീറ്റ. ഓക്കെ, എഴുതിയല്ലോ. F0 സൈൻ പി ടി മൈനസ് തീറ്റ കോസ് തീറ്റ പ്ലസ് F0 കോസ് പി ടി മൈനസ് തീറ്റ സൈൻ തീറ്റ അല്ലേ. ഇത്രയും നമ്മൾ എഴുതി. ഇനി നമ്മൾ ഈ രണ്ട് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്തുണ്ട്, സൈൻ പി ടി മൈനസ് തീറ്റയും കോസ് പി ടി മൈനസ് തീറ്റയും ഉണ്ട് അല്ലേ അല്ലേ. ഒരു ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്തുണ്ട്, സൈൻ പി ടി മൈനസ് തീറ്റയുടെ ടേമുണ്ട്, കോസ് പി ടി മൈനസ് തീറ്റയുടെ ടേമുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ സൈൻ പി ടി മൈനസ് തീറ്റയുടെ കോസ് പി ടി മൈനസ് തീറ്റയുടെ കോയിഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. അതായത് നോക്കി, ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ എഴുതാണ് എ സൈൻ എക്സ് പ്ലസ് ബി കോസ് എക്സ് ഈക്വൽ ടു 3 സൈൻ എക്സ് പ്ലസ് 4 കോസ് എക്സ്. ഇങ്ങനെയാണ് ഒരു ഇക്വേഷൻ എന്നുണ്ടെങ്കിൽ എ സൈൻ എക്സ് പ്ലസ് ബി കോസ് എക്സ് ഈക്വൽ ടു 3 സൈൻ എക്സ് പ്ലസ് 4 കോസ് എക്സ് ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഇക്വേറ്റ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് സൈൻ എക്സ്. ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് എ ഈക്വൽ ടു 3
ആൻഡ് ബി ഈക്വൽ ടു 4 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പുറത്തും ഇപ്പുറത്തുള്ള സൈൻ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആയിരിക്കും, അതേപോലെ തന്നെ കോസ് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആയിരിക്കും. നമുക്ക് ഈ ഇക്വേഷനിൽ എ ഈക്വൽ ടു 3 എന്നും ബി ഈക്വൽ ടു 4 എന്നും എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ അത് വെച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത് നമ്മൾ സൈൻ പി ടി മൈനസ് തീറ്റയുടെ കോഎഫിഷ്യൻറ്റും കോസ് പി ടി മൈനസ് തീറ്റയുടെ കോഎഫിഷ്യൻറ്റ് എന്ത് ചെയ്യാൻ പോവാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ സൈൻ പി ടി മൈനസ് തീറ്റ ഉണ്ട്, ഇവിടെയും സൈൻ പി ടി മൈനസ് തീറ്റ ഉണ്ട്. ഇവിടെ സൈൻ പി ടി മൈനസ് തീറ്റയുടെ കോഎഫിഷ്യൻറ്റ് എന്താ? എ ഇൻറ്റു ഒമേഗ 0² മൈനസ് പി സ്ക്വയർ അല്ലേ, ഈക്വൽ ടു ഇവിടെ സൈൻ പി ടി മൈനസ് തീറ്റയുടെ കോഎഫിഷ്യൻറ്റ് എന്താ? F0 കോസ് തീറ്റ അല്ലേ, F0 കോസ് തീറ്റ. അപ്പം നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ കിട്ടി? എ ഇൻറ്റു ഒമേഗ 0² മൈനസ് പി സ്ക്വയർ ഈക്വൽ ടു F0 കോസ് തീറ്റ എന്ന് കിട്ടി അല്ലേ. ദെൻ കോസ് പി ടി മൈനസ് തീറ്റയുടെ കോഎഫിഷ്യൻറ്റ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ഈ കോസ് പി ടി മൈനസ് തീറ്റയുടെ കോഎഫിഷ്യൻറ്റ് എന്താ? 2KAP ആണല്ലോ, 2KAP ഈക്വൽ ടു ഇവിടുത്തെ കോസ് പി ടി മൈനസ് തീറ്റയുടെ കോഎഫിഷ്യൻറ്റ് എന്താ? F0 സൈൻ തീറ്റ, F0 സൈൻ തീറ്റ. അപ്പം നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയില്ലേ? എ ഇൻറ്റു ഒമേഗ 0² മൈനസ് പി സ്ക്വയർ ഈക്വൽ ടു F0 കോസ് തീറ്റ ആൻഡ് 2KAP ഈക്വൽ ടു F0 സൈൻ തീറ്റ. കിട്ടിയല്ലോ. ഇനി നമുക്ക് എയുടെ വാല്യൂ ആണ് വേണ്ടത് അല്ലേ, അപ്പോൾ നമ്മൾ ഇതിനെന്ത് ചെയ്യാൻ പോവാണ്? സ്ക്വയറിങ് ആൻഡ് ആഡിങ്, സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യാൻ പോവാണ് രണ്ട് സൈഡും. അപ്പം നമുക്ക് എങ്ങനെ കിട്ടും? ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ A² ഒമേഗ 0² മൈനസ് പി സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 2KAP ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇതിൻ്റെ രണ്ടിൻ്റെ സ്ക്വയറിൻ്റെ സമ്മ്, ദാറ്റ് ഈസ് F0² കോസ് സ്ക്വയർ തീറ്റ പ്ലസ് F0² സൈൻ സ്ക്വയർ തീറ്റ ആണല്ലോ. ഇത് അതേപോലെ തന്നെ എഴുതി, ദാറ്റ് ഈസ് A² ഇൻറ്റു ഒമേഗ 0² മൈനസ് പി സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 4K² A² P² ഈക്വൽ ടു എന്താ? ഇവിടെ F0² കോമൺ അല്ലേ, F0² ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടൂലേ ബ്രാക്കറ്റിൽ, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഓക്കെ, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്താ? 1 ആണല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടി? A² ഇൻറ്റു ഒമേഗ 0² മൈനസ് പി സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 4K² A² P² ഈക്വൽ ടു F0² എന്ന് കിട്ടിയില്ലേ? F0² എന്ന് കിട്ടി. ഓക്കെ, ഇത്രയും മനസ്സിലായോ? അതായത് സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്തു, അപ്പം നമുക്ക് എന്ത് കിട്ടി? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്നുള്ളത് ബ്രാക്കറ്റിൽ വന്നു. അപ്പം നമുക്ക് അതിനെ പ്ലസ് ഈക്വൽ ടു 1 എന്ന് എഴുതാൻ പറ്റി. അപ്പം നമുക്ക് RHS ഈക്വൽ ടു F0² എന്ന് കിട്ടി. ഓക്കെ, ദെൻ നമുക്ക് നോക്കി, ഇതിനകത്തും A² ഉണ്ട്, ഈ ഫസ്റ്റ് ടേമിലും A² ഉണ്ട്, അതേപോലെ സെക്കൻഡ് ടേമിലും A² ഉണ്ട് അല്ലേ. ഇവിടെ A² ഉണ്ട്, ഇവിടെ A² ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ആ A² പുറത്തെടുക്കാൻ പോവാണ്. സോ ആ A² പുറത്തെടുത്തു. ഫസ്റ്റ് ബാക്കി എന്താ ഉണ്ടാവുക? ഫസ്റ്റ് ടേമിൽ ഒമേഗ 0² മൈനസ് പി സ്ക്വയർ ഹോൾ സ്ക്വയർ, ഒമേഗ 0² മൈനസ് പി സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് ദെൻ രണ്ടാമത് എന്താ ഉണ്ടാവുക? A² ഇവിടുന്ന് A² പുറത്തെടുത്താൽ ബാക്കി എന്താ ഉണ്ടാവുക? 4K² P² ഉണ്ടാവും അല്ലേ. നമ്മൾ എന്ത് ചെയ്തു? 4K² P² ഈക്വൽ ടു ഇവിടെ എന്തുണ്ടാകും? F0². ഓക്കെ, then A² മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ള സാധനത്തിന് നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇൻറ്റു എന്നുള്ളത് എന്താകും? ഡിവിഷൻ ആകും, ഡിവൈഡഡ് ബൈ ആകും. സോ നമുക്ക് എന്ത് കിട്ടി? A² is equal to F0² divided by omega 0² minus P² whole square plus 4K² P². അതിൻ്റെ റൂട്ട് എടുത്തു. റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് A ഈക്വൽ ടു എന്ത് കിട്ടും? F0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഒമേഗ 0² മൈനസ് P² ഹോൾ സ്ക്വയർ പ്ലസ് 4K² P² എന്ന് കിട്ടും. ഓക്കെ, അതാണ് അതിൻ്റെ എയുടെ വാല്യൂ. ഇപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ, A സൈൻ പി ടി മൈനസ് തീറ്റ. നമ്മൾ അങ്ങനെയല്ലേ തുടങ്ങിയ ഡെറിവേഷൻ? ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു A സൈൻ പി ടി മൈനസ് തീറ്റ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ. സോ ആ എയുടെ വാല്യൂ ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ? എക്സ് ഇസ് ഈക്വൽ ടു A എന്നുള്ളതിൻ്റെ പകരം എയുടെ വാല്യൂ കൊടുക്കുക. F0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഒമേഗ 0² മൈനസ് P² ഹോൾ സ്ക്വയർ പ്ലസ് 4K² P²
ഇൻറ്റു സൈൻ പി ടി മൈനസ് തീറ്റ എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്? പെർട്ടിക്കുലർ ഇൻ്റഗ്രലാണ് കിട്ടിയത്. നമ്മൾ ഫസ്റ്റ് ഒരു കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മളെ ഫൈനൽ സൊല്യൂഷൻ ഞാനപ്പോൾ പറഞ്ഞിരുന്നു കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പെർട്ടിക്കുലർ ഇൻ്റഗ്രലാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഇസ് ഈക്വൽ ടു സി എഫ് പ്ലസ് പി ഐ ആണ്. സോ വി ക്യാൻ റൈറ്റ് എക്സ് ഇസ് ഈക്വൽ ടു കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളല്ലേ? a0 e raised to minus kt sin omega t plus phi plus ഈ particular integral, that is f0 into sin pt minus theta divided by root of omega 0 square minus p square whole square plus 4k square p square. Okay, this is the final solution of a forced harmonic oscillatory system. Okay, ഇനി as the time increases, ടൈം കൂടുമ്പോഴത്തേക്കും ടൈം ഇങ്ങനെ പോവാണെന്ന് വിചാരിച്ചോ, ടൈം ഇലാപ്സസ് അല്ലെങ്കിൽ ടൈം പോകുമ്പോൾ ഈ ഇ റേസ് ടു മൈനസ് കെ ടി എന്നുള്ള ടേം ഉണ്ടല്ലോ, അതെന്താകും? അത് ചെറിയ വാല്യൂ ആയിട്ട് വരും അല്ലേ? ഇ റേസ് ടു മൈനസ് കെ ടി എന്നുള്ളതിൻ്റെ ടേം ചെറിയ വാല്യൂ ആയിട്ട് വരില്ലേ? സോ വി ക്യാൻ നെഗ്ലക്റ്റ് ദ ഫസ്റ്റ് ടേം. ഈ ഫസ്റ്റ് ടേമിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടൈം ഇൻക്രീസ് ചെയ്യുന്നിടത്തോളം ഈ ഫസ്റ്റ് ടേം കുറഞ്ഞു വരും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഫസ്റ്റ് ടേമിനെ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് വി വിൽ ഹാവ് ദ സൊല്യൂഷൻ ആസ് എക്സ് ഇസ് ഈക്വൽ ടു f0 സൈൻ പി ടി മൈനസ് തീറ്റ ഇൻറ്റു ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഒമേഗ 0 സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 4k സ്ക്വയർ പി സ്ക്വയർ. ഓക്കെ, ദെൻ ഇത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയേക്കുന്നത് ഈ എയുടെ വാല്യൂ ആണ് കേട്ടോ. എ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഓസിലേഷൻ ആയിരിക്കും. Okay, that is f0 divided by root of omega 0 square minus p square whole square plus 4k square p square. ഓക്കെ, അതാണ് ആംപ്ലിറ്റ്യൂഡ്. നമ്മളെ ഫൈനൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ദെൻ ഇതിനകത്ത് നമ്മൾ ടൈം കൂടുന്നിടത്തോളം എന്ത് ചെയ്യും? ആ ഫസ്റ്റ് ടേം വാനിഷ് ആകും ആൻഡ് വി വിൽ ഗെറ്റ് ദ സൊല്യൂഷൻ ആസ് ദിസ്. ഇതേപോലെ തന്നെ കിട്ടും. ഓക്കെ, എനിക്കറിയാൻ ബുദ്ധിമുട്ടാണ് പറഞ്ഞു തരുന്നത്. എനിക്ക് എത്രത്തോളം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഇത് ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും നിങ്ങൾ ഓരോ സ്റ്റെപ്പും എഴുതി നോക്കിയിട്ട് പഠിക്കുക. ദെൻ ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള സബ്ജക്റ്റ് പോലെയൊന്നും അല്ല. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ ഫിസിക്സ് ആണ് ഏറ്റവും ടഫ് എന്ന് നിങ്ങൾ പറഞ്ഞു. ബിക്കോസ് ബാക്കി മാത്സ് ആണെങ്കിലും മെക്കാനിക്സ് ആണെങ്കിലും ബാക്കിയെല്ലാം എന്താണ് ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസാണ് വരിക. നമ്മൾ പഠിച്ചതിനേക്കാളും കുറച്ച് അപ്ലൈഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാറ്റിലും വരിക. കുറച്ച് ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ ഫിസിക്സിനകത്ത് എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒന്നും ചിന്തിക്കാനില്ല. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ അങ്ങനെയായി ചോദിക്കൂ. അപ്പോൾ ഇത് തന്നെ എഴുതി വെക്കണ്ടേ. ഇതിനകത്ത് ചിരിക്കാനും മറിക്കാനും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് ജസ്റ്റ് പഠിച്ചു വെക്കുക, ചെയ്ത് എഴുതി പഠിക്കുക. ദെൻ നല്ലോണം ഒരുപാട് തവണ എഴുതി നോക്കുക. കിട്ടാത്തത് എവിടെയാണെന്ന് നോക്കിയിട്ട് പഠിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.